പീരുമേട് എം.എൽ.എയും മുതിർന്ന CPI നേതാവുമായ വാഴൂർ സോമൻ അന്തരിച്ചു. തിരുവനന്തപുരത്ത് സർക്കാർ പരിപാടിക്കിടെ കുഴഞ്ഞു വീണ എം.എൽ.എയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 72 വയസ്സായിരുന്നു. CPI സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം രാത്രി ഇടുക്കിയിലേക്ക് കൊണ്ടുപോകും. തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയും ഇടുക്കിയിലെ കയ്യേറ്റത്തിനെതിരെയും ഉയർന്ന ഉറച്ച ശബ്ദമാണ് നഷ്ടമായതെന്ന് നേതാക്കൾ അനുസ്മരിച്ചു. ഇടുക്കിയിലെയും കേരളത്തിലെയും തോട്ടത്തൊഴിലാളികളുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനവും ആ പോരാട്ടങ്ങളുടെ പങ്കാളിത്തവും ഒരിക്കലും അവർ മറക്കില്ല. പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ വിട പറയുമ്പോൾ അവതരിക്കാനാകാത്ത വേദനയോട് കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ സ്മരണയ്ക്ക് മുമ്പിൽ ചെങ്കൊടി താഴ്ത്തിപ്പിടിക്കുന്നു. പീരുമേട് എം.എൽ.എ. വാഴൂർ സോമനാണ് അന്തരിച്ചത്. തിരുവനന്തപുരത്തെ സർക്കാർ പരിപാടിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു അദ്ദേഹത്തെ. പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തോട്ടം തൊഴിലാളികളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായ ഒരു നേതാവായിരുന്നു അദ്ദേഹം. വണ്ടിപ്പെരിയാർ വാളാടിയിലാണ് താമസിക്കുന്നത്. വീട്ടിലേക്ക് കൊണ്ടുപോകും. രാവിലെ 11 മണിക്ക് വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ പൊതുദർശനമായിട്ടുണ്ട്. 4 മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടത്തുവാനാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇതാണ് പറയാൻ കഴിയത്തുള്ളൂ. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷിജോ, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾ? അതായത് ഏത് സർക്കാർ പരിപാടിയിലാണ് അദ്ദേഹം സംബന്ധിച്ചിരുന്നത്? അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതോ വേദിയിലിരിക്കുകയായിരുന്നു? നൗഫൽ, റവന്യൂ വകുപ്പിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ന് രാവിലെയാണ് പീരുമേട്ടിൽ നിന്ന് വാഴൂർ സോമൻ തിരുവനന്തപുരത്ത് എത്തിയത്. റവന്യൂ വകുപ്പിന്റെ പരിപാടി കഴിഞ്ഞ് അദ്ദേഹം പടിക്കെട്ട് ഇറങ്ങി വരുന്നതിനിടയിൽ അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയും അവിടെ വെച്ച് അദ്ദേഹം കുഴഞ്ഞു വീഴുകയുമായിരുന്നു. ഉടൻ തന്നെ റവന്യൂ മന്ത്രി കെ രാജനും മറ്റ് ബന്ധപ്പെട്ട ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകൾ തൊട്ടടുത്ത് തന്നെയുള്ള ശാസ്ത്രമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വാഴൂർ സോമനെ കൊണ്ടുപോവുകയായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുവന്ന ഉടൻ തന്നെ ICU പ്രവേശിപ്പിച്ചു. പക്ഷേ 15 മിനിറ്റിനകം ആശുപത്രി അധികൃതർ വാഴൂർ സോമന്റെ മരണം സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. 72ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. മരിക്കുന്ന സമയം വരെയും അദ്ദേഹം സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്ന ഒരാൾ കൂടിയാണ്. കാരണം ഇന്ന് പോലും അദ്ദേഹം പ്രവർത്തിക്കുന്ന ജനപ്രതിനിധിയായി പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെ ഭാഗമായിട്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് റവന്യൂ വകുപ്പിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന് അത് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായത്. ഈ സജീവമായിട്ട് ഈ അടുത്ത കാല ദിവസങ്ങളിലടക്കം പോലും അദ്ദേഹം വിവിധ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുകയും സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ പീരുമേട് മണ്ഡലത്തിലെ പട്ടയവുമായി ബന്ധപ്പെട്ട പ്രശ്നം, വന്യജീവി പ്രശ്നം, തോട്ടം തൊഴിലാളികളുടെ പ്രശ്നം, അത്തരം വിഷയങ്ങളിലെല്ലാം വളരെ സജീവമായിട്ട് ഇടപെടുകയും പീരുമേടിലെ ജനങ്ങൾ നേരിടുന്ന വന്യജീവി ശല്യത്തിലടക്കം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കപ്പെടണം, വനം വകുപ്പ് നിസ്സംഗത കാണിക്കാൻ പാടില്ല എന്ന് തന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പൊതുയോഗത്തിലടക്കം പ്രസംഗിച്ചതാണ്. തന്റെ സർക്കാരാണെങ്കിൽ പോലും താൻ പ്രതിദാനം ചെയ്യുന്ന മണ്ഡലത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ സർക്കാരിന് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം തന്നെ കൈകരിക്കാൻ കഴിയില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞ ഒരു ജനപ്രതിനിധി കൂടിയാണ് വാഴൂർ സോമൻ. 72ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. പീരുമേട് മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയാണ്. വണ്ടിപ്പെരിയാർ കഴിഞ്ഞുള്ള 62ാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വാഴൂർ സോമന്റെ കുടുംബം. അദ്ദേഹത്തിന് 2 ആൺമക്കളാണുള്ളത്. അങ്ങനെ സജീവമായിട്ട് അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ES ബിജിമോൾക്ക് പകരമാണ് CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് പീരുമേട്ടിൽ നിന്ന് ജനവിധി തേടിയതാണ്. സിരേഖ് തോമസിനെ 1835 വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ട് CPIയുടെ മണ്ഡലം അവിടെ അദ്ദേഹം നിലനിർത്തുകയും ചെയ്തു. അങ്ങനെ 72ാമത്തെ വയസ്സിൽ വാഴൂർ സോമൻ അന്തരിച്ചു എന്നുള്ള ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. വിജിൻ വായാന്തോട് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിജിൻ, അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. MN സ്മാരകത്തിലേക്കായിരിക്കുമല്ലോ കൊണ്ടുപോകുന്നത്? തീർച്ചയായും നൗഫൽ, അങ്ങനെ തന്നെയാണ്. MN സ്മാരകത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹവും വഹിച്ചുള്ള ഒരു ആംബുലൻസ് അല്പസമയത്തിനകം ഈ ശാസ്ത്രമംഗലത്തെ ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറപ്പെടും. ഇവിടെ സ്പീക്കറും മന്ത്രിമാരും MLA-മാരും അതുപോലെ തന്നെ CPI CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഒക്കെ ഇങ്ങനെയൊരു അപകടമുണ്ടായ സാഹചര്യത്തിൽ തന്നെ എത്തിയിരുന്നു. അവർക്കൊക്കെ പെട്ടെന്നുണ്ടായ ഈ സംഭവം, അദ്ദേഹം ഇങ്ങനെയൊരു കുഴഞ്ഞു വീണ് ഉടനടി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. വളരെ പെട്ടെന്ന്
തന്നെ റവന്യൂ മന്ത്രിയും ഒപ്പം തന്നെ മറ്റ് മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഒക്കെ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ഇങ്ങനൊരു മരണം സംഭവിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ആശുപത്രി അധികൃതർക്കും മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നേരത്തെ നമ്മളോട് സംസാരിച്ച CPI സംസ്ഥാന സെക്രട്ടറിയും ഒപ്പം തന്നെ മന്ത്രി GR അനിൽ ഉൾപ്പെടെയുള്ളവർ പറയുകയും ചെയ്ത്. പക്ഷേ ഇങ്ങനെയൊരു അപകടം ഉണ്ടാവുകയും ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിനിടയിൽ, റവന്യൂ വകുപ്പിൻ്റെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുകയും അദ്ദേഹം ആശുപത്രിയിൽ എത്തിക്കുകയും അല്പസമയം മുമ്പ് ഏകദേശം 5:30 കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. ഇനി നടക്കാൻ പോകുന്നത് ഇവിടെ നിന്ന് നേരെ MN സ്മാരകത്തിലേക്ക് എത്തിക്കും. MN സ്മാരകത്തിൽ 8 മണിവരെയായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. പിന്നീട് ആംബുലൻസിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം നേരെ പീരുമേടിലേക്ക് കൊണ്ടുപോകും. പീരുമേടിൽ നാളെ പൊതുദർശനം ഉണ്ടാകും. പീരുമേടിലെ പാർട്ടി ഓഫീസിലും ഒപ്പം തന്നെ പീരുമേട് ടൗണിലും പൊതുദർശനം നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷമാകും 4 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുക. നൗഫൽ. യെസ്, അപ്രതീക്ഷിതമായി